നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. വിവേചനം വേണ്ടെന്ന് സർക്കാർ. ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനമാകാമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. മുൻ LDF സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആചാരാനുഷ്ഠാനങ്ങളിൽ ഇടപെടാനാകില്ലെന്ന UDF നിലപാട് പരിഗണിക്കേണ്ടതില്ലെന്നും വിശദീകരണം. അതേസമയം വിഷയത്തിൽ സർക്കാർ അടിക്കടി നിലപാട് മാറ്റുന്നത് ശരിയല്ലെന്ന് ദേവസ്വം ബോർഡ്. കേസ് നേരത്തെ പരിഗണിച്ചപ്പോൾ UDF സർക്കാരിന്റെ നിലപാടിൽ മാറ്റം വരുത്താതിരുന്ന LDF നീക്കം ചർച്ചയായിരുന്നു. കേസ് അടുത്ത വർഷം ഫെബ്രുവരി 20-ന് വീണ്ടും പരിഗണിക്കും. അന്വേഷണവും അട്ടിമറിയും. വടക്കാഞ്ചേരി കൂട്ടമാനഭംഗ കേസിൽ മൊഴിയെടുപ്പ് തുടരവേ അട്ടിമറി ആരോപണവുമായി അനിൽ അക്കരെ. പരാതിക്കാരിയുടെ മൊഴി പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി CR ബിജുവിന് വനിതാ ഉദ്യോഗസ്ഥർ ചോർത്തി നൽകി. ഇത് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് MLAയുടെ കത്ത്. കേസ് അട്ടിമറിക്കാൻ നേതൃത്വം നൽകിയ പേരാമംഗലം CIയുടെ പരിധിയിലുള്ള ഉദ്യോഗസ്ഥയെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയത് വിവരങ്ങൾ ചോർത്താൻ. ബിജു തയ്യാറാക്കിയ പട്ടികയിലെ ഉദ്യോഗസ്ഥരെ മാത്രം അന്വേഷണത്തിന് നിയോഗിച്ചത് പ്രതികളെ സഹായിക്കാനെന്നും അനിൽ അക്കരെ. എന്നാൽ ആരോപണം നിഷേധിച്ച് CR ബിജു. അതിനിടെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയ K രാധാകൃഷ്ണന്റെ നടപടി തെറ്റായിപ്പോയെന്ന് വൃന്ദ കാരാട്ട്. വെളിപ്പെടുത്തൽ ഉണ്ടായ ഉടൻ ആരോപണ വിധേയർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇനി ചർച്ചയുടെ ആവശ്യമില്ലെന്നും CPM പോളിറ്റ് ബ്യൂറോ അംഗം. ചോർച്ചയിൽ ചർച്ച. വിഴിഞ്ഞം പദ്ധതിയിൽ CAG റിപ്പോർട്ട് ചോർന്നതിൽ നിയമസഭയിൽ തർക്കം. കരട് റിപ്പോർട്ട് ഉന്നയിക്കാനാവില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തള്ളി മുഖ്യമന്ത്രി. CAG റിപ്പോർട്ട് ചോരുന്നത് ആദ്യത്തെ സംഭവമല്ല. കരാർ ഒപ്പിട്ട സാഹചര്യത്തിൽ ഇനി കുറവുകൾ പറഞ്ഞിട്ട് കാര്യമില്ല. പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും പിണറായി. അതേസമയം പുറത്തു വന്നത് അന്തിമ റിപ്പോർട്ട് അല്ലെന്ന് തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്ന് CAG ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ടിൽ മാറ്റം വന്നേക്കാമെന്നും കടന്നപ്പള്ളി. സൗഹൃദത്തിനപ്പുറം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യക്കും ബ്രിട്ടനും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള സാമ്പത്തിക രംഗത്തെ വെല്ലുവിളികൾ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നേരിടണം. പ്രസ്താവന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ പങ്കെടുത്ത ഇന്ത്യ-UK ടെക് ഉച്ചകോടിയിൽ. ഇന്ത്യക്കാർക്കുള്ള വിസ നടപടികൾ വേഗത്തിലാക്കുമെന്ന് തെരേസ. ഇന്ത്യക്കാരുടെ വിദേശ നിക്ഷേപം ബ്രിട്ടനെ വൈവിധ്യമുള്ള രാജ്യമാക്കി. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ പദ്ധതികൾക്കും പിന്തുണ. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പോയ ശേഷമുള്ള ആദ്യ വിദേശ സന്ദർശനത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2870 രൂപ, പവൻ 22,960 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.